കുട്ടിദാസ്, തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ നറേറ്റീവുകളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നിരിക്കെ നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ BJPയെ സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയുന്ന ഒരു ടെൻഡൻസി 2016 BDJS ആദ്യമായി പരീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വ്യത്യാസമുണ്ടെങ്കിലും പൊതു ട്രെൻഡ് അതാണ് എന്നത് കൂടി നമ്മൾ കാണേ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഏറ്റവും കൂടുതൽ വോട്ടെണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കുമോ? അല്ല, ഞങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്ന വോട്ടിനെ സംബന്ധിച്ചല്ല, ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ചെയ്യാൻ പോകുന്ന ഭാവിയെ സംബന്ധിച്ചാണ് കൂടുതൽ ഞാൻ ആശങ്കപ്പെടുന്നത്. കാരണം SDPI വോട്ടുകൾ നിങ്ങൾ വളരെ ചുരുക്കി കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഈ ചർച്ചയിൽ നാമമാത്രമായിട്ടുള്ള വോട്ടുകൾ മാത്രമുള്ള ആളുകളുടെ പിന്തുണയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്നൊക്കെ ഈ ചർച്ചയിൽ തന്നെ പല ആളുകളും ചോദിക്കുന്നത് കണ്ടു. SDPയുടെ കേരളത്തിലെ വളർച്ചയുടെ ശതമാനം എത്രയാണ് ഒന്ന് പറയൂ. 2015 ഉണ്ടായിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 100 ഇരട്ടി വർധനമാണ് SDPI 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതായത് ആകെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് SDPIക്ക് 2015 സ്വാധീനം ഉണ്ടായിരുന്നത്. 32 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അതേപോലെ തന്നെ 7 മുനിസിപ്പാലിറ്റി വാർഡുകളിലും. നേരെ തിരിച്ച് 2020 ആയപ്പോൾ ഡബിൾ ദ നമ്പറായി. 95 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇവർക്ക് സ്വാധീനം വന്നു. 75 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും 18 മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വാർഡുകളിലും SDPI വന്നു. അതുപോലെ SDPIയുടെ ഒരു വളർച്ചയുടെ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ 2017 വേങ്ങര തെരഞ്ഞെടുപ്പിനെ നോക്കണം. ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കിയുള്ള റിസൾട്ടാണ്. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ SDPI വേങ്ങരയിൽ മത്സരിക്കുമ്പോൾ SDPIക്ക് അവിടെ 3000 വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2017 ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ SDPയുടെ വോട്ട് അവിടെ 8648 വോട്ടായിട്ട് വർദ്ധിച്ചു. ഇരട്ടിയിൽ കൂടുതലാണ്. 180% ഗ്രോത്താണ്. 180% വർധനവ് ഒരു വർഷത്തിനുള്ളിൽ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ UPAക്ക് പരമാവധി സീറ്റുകൾ മേടിച്ചു കൊടുക്കൽ പ്രയോറിറ്റി ആയിരുന്നു. അവിടെ ടഫായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വോട്ടുകളും മുസ്ലിം ലീഗിലേക്ക് പോയി. വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള കേഡർ വോട്ടുകൾ മാത്രമേ SDPയിൽ നിന്നുള്ളൂ. അതാണ് 3000 വോട്ട്. എന്നാൽ 2017 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നമല്ല. ആ കാര്യത്തിൽ ഡിസൈഡഡ് ആണ്. ഇവിടെ ആര് ജയിച്ചാലും LDF ജയിച്ചാലും UDF ജയിച്ചാലും അത് ഒരു വ്യത്യാസവും രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിഹ്നത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വന്നപ്പോൾ അവിടെ വോട്ട് 180% വർദ്ധിക്കുകയാണ്. 8648 വോട്ടായിട്ട് വർദ്ധിക്കുകയാണ്. അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമിക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. അതേപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എത്ര റാപ്പിഡായിട്ടുള്ള ഗ്രോത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഇവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 23% മുസ്ലിം വോട്ടുള്ള മണ്ഡലമാണ്. അതായത് 40,000 മുസ്ലിം വോട്ടുകളാണ് ആ മണ്ഡലത്തിലുള്ളത്. 1,94,000 വോട്ടിൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 10,000 വോട്ടുകളെങ്കിലും SDPIക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതാണ്. 4/1 ഭാഗം വോട്ടുകൾ SDPIക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടാണ്. അത്രയും വോട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് LDF നിരന്തരമായിട്ട് UDFനോട് നിങ്ങൾ SDPI വോട്ട് വേണ്ടാന്ന് പറ എന്ന് നിർബന്ധിച്ചിരുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ അവരങ്ങനെ പറഞ്ഞാൽ അത് പ്രകോപിപ്പിക്കുന്ന SDPI വോട്ടുകൾ തങ്ങളിലേക്ക് വന്നാൽ അത് സരിന് വലിയ ജയസാധ്യത ഉണ്ടാക്കി. കാരണം സരിൻ CAA NRC സമയത്ത് അതിനെ അനുകൂലിക്കുന്നവർക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. UDFന്റെ ഭാഗമായിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ എല്ലാ പ്രതിഷേധങ്ങളിലും മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധങ്ങളിൽ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അയാൾക്കൊരു ക്ലെയിം ഉണ്ട് ആ വോട്ടിന് മുകളിൽ. ഇവർ SDPI വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന അവർ വിചാരിച്ച് ഈ UDF ഇത്രയും നിർബന്ധിച്ചിട്ട് അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി നേരിട്ട് നിർബന്ധിച്ചിട്ടും SDPI വോട്ട് വേണ്ടാന്ന് പറയാത്തത് അവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന 3000 വോട്ട് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ശരി ആയിക്കോട്ടെ 3000 വോട്ടിന് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ച സാഹചര്യത്തിൽ ഒരു ജയത്തെയോ പരാജയക്കോ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് അവിടെ SDPI എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ദർ ഇസ് എൻ എലിഫന്റ് ഇൻ ദ റൂം. നിങ്ങൾ ഇവിടെ മുറിയിലുള്ള ആനയെ കണ്ടില്ലെന്ന് നടിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഈ കൂട്ടർക്കൊക്കെ വല്ലാണ്ട് ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. മുസ്ലിം വോട്ട് ബാങ്കിലെ വലിയൊരു ശതമാനത്തിൽ അവർ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ 2 പ്രബല മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വർഗീയത എന്ന് പറഞ്ഞിട്ട് ഇവിടെ എതിർത്തോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുത്വയെ മാത്രമാണ്.
മറ്റു ആളുകളെല്ലാം നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതെങ്ങനെയാണ് കേരളത്തിന്റെ ഭാവിയെ ബാധിക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയ ആശങ്ക. അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന വോട്ടൊന്നും എൻ്റെ പ്രശ്നമല്ല. പിന്നെ SDP പ്രതിനിധി ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾ ഞങ്ങളെ വളരെ ചുരുക്കി കണ്ടിട്ട് ഞങ്ങളുടെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത്, ഞങ്ങളൊരു കോസിന് വേണ്ടി ഉണ്ടായിട്ടുള്ള സംഘടനയാണെന്ന്. എന്തായിരുന്നു ആ കോസ് എന്നുകൂടി അദ്ദേഹം ഒന്ന് ഈ ചർച്ചയിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അന്ന് ഡൽഹിയിൽ വെച്ചിട്ട് 2009 തോന്നുന്നു SDP പ്രഖ്യാപനം ഡൽഹി പ്രസ് ക്ലബിൽ വെച്ചിട്ട് ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളിപ്പോൾ ഭീകരവാദ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ഈ അബൂബക്കറാണല്ലോ SDP പ്രഖ്യാപിക്കുന്നത്. ആരായിരുന്നു ഇദ്ദേഹം? അതായത് 1977 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്നുള്ള പ്രഖ്യാപിത നയമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിമി, ആ സിമിയും 1980കളിൽ ദാദാപുരത്ത് CPM മുസ്ലിം ലീഗ് സംഘർഷം ഒരു വർഗീയ സംഘർഷമായി പരിണമിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ദാദാപുരം ഡിഫൻസ് ഫോഴ്സ്. അതേപോലെ തന്നെ 1991-92 കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക് സേവാ സംഘം എന്ന് പറയുന്ന ISS, ഈ ISSും ഈ പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സും കൂടി ചേർന്നിട്ടാണ് ഈ NDF ഉണ്ടാവുന്നത്. 2001 സിമിയെ US ഉണ്ടായിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിരോധിക്കുമ്പോൾ അനാഥമായി പോയിട്ടുള്ള സിമിയുടെ ഇന്റലക്ച്വൽസിന് NDFന്റെ കാഡറിനെ ഏറ്റെടുത്തുകൊണ്ട് തമിഴ്നാട് മനീതി പസറൈ, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി പോലെയുള്ള ഫ്രിഞ്ചുകൾ, ഇതേപോലത്തെ റാഡിക്കൽ ഇസ്ലാമിക് ഫ്രിഞ്ചുകളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഫോറമാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ SDP. നിങ്ങളുടെ വലിയ കോസ് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കുക.